അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മ. ഇസ്മുൽ ആളമിലെ 2 അക്ഷരങ്ങൾ ഇതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഒരുപാട് ഗുണങ്ങളുമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെ വാവ് ഔന്നത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഷക്കൂർ എന്ന് പറയുമ്പോൾ ഒരു കാഫ് കാണുന്നുണ്ട്. ആ കാഫ് ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജോലിയിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് ഉന്നതമായ സ്ഥാനവും പ്രമോഷനൊക്കെ ലഭിക്കാൻ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ച് മുമ്പ് നമ്മൾ അല്പം ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അസ്മാഉൽ ഹുസ്നയിലെ ഷക്കൂർ എന്ന് പറയുന്ന ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകി നമുക്ക് സന്തോഷവും ഖൈറുമുള്ള ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ആ സമയം പാലിച്ച് മാത്രം വിളിക്കുക. 1-2 മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് മുഴുവൻ കംപ്ലീറ്റ് ആകുന്നത് കൊണ്ട് തന്നെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്നയിലെ അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മ നമ്മൾ പലതവണ അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ ചില മഹത്വങ്ങളും ചില ഗുണങ്ങളും അതുകൊണ്ടുള്ള അമലുകളൊക്കെ നിരവധി സമയങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ ആ ഇസ്മിൻ്റെ വിശദമായ ചെറിയ രൂപത്തിലുള്ള വിശദീകരണങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അഷക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവിൻ്റെ അമൂല്യമായ ഒരു ഇസ്മാണ് അഷക്കൂർ എന്ന് പറയുന്നത്. വളരെ തുച്ഛമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി പാരത്രിക ലോകത്തിലെ ശാശ്വതമായ സുഖസന്തോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ടല്ലേ. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് നമുക്ക് അള്ളാഹു നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലൊക്കെ വലിയ സൗകര്യങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ ഇബാദത്തുകൾക്ക് പകരമായിട്ട് നൽകാവുന്ന ഗുണങ്ങളും മഹത്വങ്ങളും അനുഗ്രഹങ്ങളും മാത്രമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്? തീർച്ചയായും അല്ല. നമ്മളൊക്കെ 5 വഖത്ത് നിസ്കാരം മാത്രം നിസ്കരിക്കുന്നവരുണ്ടാകും. ചില ആളുകൾ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാകും. എന്നാൽ പൂർവ്വകാലങ്ങളിലെ ആളുകളൊക്കെ നന്നായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു. ധാരാളമായിട്ട് അവർ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു. അവർ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചിരുന്നു. അവർ പകൽ മുഴുവനും നോമ്പനുഷ്ഠിച്ചിരുന്നു. അവർ അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രമാണ് അവരുടെ സമയം ചെലവഴിച്ചത്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം നിർവഹിക്കുന്നു. അതിൽ തന്നെ എത്രത്തോളം ഭയഭക്തിയും ഖുശൂഅൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതേപോലെ തന്നെ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? പരമാവധി നമ്മെ പറ്റുന്നിടത്തോളം നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇടയ്ക്കെല്ലാം തെറ്റുകളൊക്കെ സംഭവിക്കുന്നു. ഇങ്ങനെ ചെറിയ രൂപത്തിലുള്ള അമലുകൾ ചെയ്തിട്ട് പോലും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് വളരെ വലിയതാണ്. അങ്ങനെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്കാണ് അഷക്കൂർ. അള്ളാഹു അങ്ങനെ നൽകുന്നവനാണ് എന്ന അർത്ഥമാണ്. അള്ളാഹു നന്നായിട്ട് നമ്മോട് നന്ദി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാൽ അഷക്കൂർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അള്ളാഹു നന്നായിട്ട് നമുക്ക് നന്ദി ചെയ്യുന്നുണ്ട്. ആ നന്ദി ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ അള്ളാഹു പറയുന്നത് ശരിയാവണ്ണം അനുസരിക്കുന്നില്ല. അല്പമായ കീഴ്വഴക്കമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുള്ളൂ. പൂർണ്ണമായിട്ടും നമ്മൾ കീഴ്വഴങ്ങുന്നുണ്ടാ? അങ്ങനെ കീഴ്വഴങ്ങാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെറിയ രൂപത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്നുള്ളൂ. പകരമായി അള്ളാഹു നമുക്ക് നൽകുന്നതോ വലിയ ഗുണങ്ങളും വലിയ പദവികളും വലിയ സ്ഥാനങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നു. ഇതിനാണ് അഷക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിൽ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഓരോരുത്തർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സമ്പൂർണനായ അഷക്കൂർ അത് അള്ളാഹു മാത്രമേ ഉള്ളൂ. കാരണം വർദ്ധിച്ച തോതിൽ പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ ഗുണങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഗുണങ്ങളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരാൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അത് അള്ളാഹു നമുക്ക് നൽകിയ ആ അനുഗ്രഹം ഉപയോഗിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. നമ്മൾ ആർക്കെങ്കിലും നന്ദി സൂചകം നമുക്കെന്തെങ്കിലും ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു തന്നതിൻ്റെ പേരിൽ നമ്മളെന്തെങ്കിലും തിരിച്ച് നന്ദി പ്രകടനം നടത്തുന്നുണ്ടെങ്കിൽ, അവർക്കെന്തെങ്കിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിലുള്ള അഷ്ഷക്കൂർ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ പലതും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ അഷ്ഷക്കൂർ എന്ന് പറയുന്നത് നമ്മെ പടച്ച റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. നമ്മൾ അള്ളാഹുവിനോട് എത്രയധികം നന്ദി കാണിച്ചാലും അത് അള്ളാഹുവിലേക്ക്, അള്ളാഹു നമുക്ക് നൽകിയ ഗുണങ്ങളിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ചേർത്ത് നോക്കിയിട്ട് അത് അപൂർണമായിരിക്കും, അതൊരിക്കലും പൂർണ്ണാർത്ഥത്തിലെത്തൂല. അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ അറിയാവുന്നൊരു ചരിത്രമുണ്ട്. 500 വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത ഒരു ആബിദായ മനുഷ്യനുണ്ടായിരുന്നു. എന്താണ് അയാളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി തന്നെ? എന്താണ്? അയാൾ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നവരാണ്. പകൽ മുഴുവനും അള്ളാഹുവിന് നോമ്പനുഷ്ഠിക്കുന്നവരാണ് അവർ. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച വലിയ ഒരു ആബിദായ മനുഷ്യൻ. എത്ര വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു? 500 വർഷക്കാലം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പൂർവ്വസൂരികളിൽ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പോൽ. അവർ സമുദ്രത്തിൻ്റെ നടുവിലൊരു പാറക്കല്ലുണ്ട്. നിങ്ങളൊക്കെ ഈ സംഭവം കേട്ടിട്ടുണ്ടാകും. ആ പാറക്കഷ്ണത്തിൽ അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് അള്ളാഹുവിന് 500 വർഷക്കാലം പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി നിന്ന് നിസ്കരിക്കുന്നു, ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യുന്നില്ല, ഒരു ഹറാമ് പോലും ചെയ്യുന്നില്ല, ഒരു കറാഹത്ത് പോലും ചെയ്യുന്നില്ല. അങ്ങനെ അള്ളാഹ് എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു ആബിദായ മനുഷ്യൻ. ആ മനുഷ്യൻ മലക്കുകൾ പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി തങ്ങളോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നബിയെ അങ്ങയുടെ അടുക്കലേക്ക് വരുമ്പോൾ അയാളിപ്പോഴും അങ്ങനെ സുജൂദിൽ തന്നെ കിടക്കുകയാണ്. അയാൾക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാഗ്രഹമാണ് മരിക്കുന്ന സമയത്ത് സുജൂദിലായി മരിക്കണം എന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അങ്ങനെ അള്ളാഹു ആ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു. അതാണ് പ്രധാനപ്പെട്ട ഒരാഗ്രഹം. എന്നും സന്ധ്യാസമയത്ത് ഈ സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പ് ജലമൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ തെളിനീർ അദ്ദേഹത്തിൻ്റെ പാറക്കല്ലിൻ്റെ ഒരു ഭാഗത്ത് പൊട്ടി വിടരും. അതേപോലെ തന്നെ ഒരു റുമ്മാൻ പഴവും അവർക്ക് ലഭിക്കും. അതുകൊണ്ട് നോമ്പ് മുറിച്ച് നോമ്പനുഷ്ഠിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ആബിദായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവർ അള്ളാഹു മലക്കുകളോട് വിചാരണ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത ഈ ആബിദായ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുമത്രേ, എന്നെ വിചാരണ ചെയ്യാതെ ഞാൻ ചെയ്ത അമലുകൾ കാരണമായിട്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയും. ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുമ്പോൾ അവസാനം ഇവർ ചെയ്ത 500 വർഷക്കാലം ചെയ്ത ഇബാദത്തുകൾ ഒരു ഭാഗത്തും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്തും എടുത്തു വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 500 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ ഇബാദത്തുകൾ അത്രയും കണ്ണ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം, കാഴ്ചശക്തി എന്ന് പറയുന്ന ഒരു അനുഗ്രഹം അങ്ങ് വലിച്ചെടുത്ത് കൊണ്ടുപോയി. പിന്നീട് അവന് നടക്കാനുള്ള കഴിവ്, അത്രയും ദിവസം അള്ളാഹു അവന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിനൊന്നും പ്രതിഫലമായിട്ട് ഒരമലും തികയാതെ പോയി. അതുകൊണ്ട് ഇവരെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് അള്ളാഹു ഓർഡർ ഇടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 500 വർഷക്കാലം അള്ളാഹുവിന് ഒരു തെറ്റും ചെയ്യാതെ ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹു അവൻ്റെ നന്മതിന്മകൾ തൂക്കിയിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും ചെയ്ത അമലുകളും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നരകത്തിലേക്ക് പോകാനാണ് വിധിയുണ്ടായത്. അപ്പോഴാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ അമല് കൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എത്ര അമലുകൾ എടുത്താലും എത്ര ഇബാദത്തുകൾ ചെയ്താലും എങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചാലും എത്ര നന്ദി ചെയ്താലും അത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്കൊന്നും പകരമാകില്ല. ഇത് നമ്മൾ ഉഖ്റവിയായ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഭൗതികമായി നമ്മുടെ ഇന്ന് നടക്കുന്ന ചില വിഷയങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കൊരു കണ്ണില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണ് നമുക്ക് മാറ്റിവെക്കാനും
മറ്റൊരു കണ്ണ് വെക്കാനും സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ തന്നെ എത്ര ചെലവതിന് വേണ്ടി വരും? നമ്മുടെ കിഡ്നി ഫെയിലായി കഴിഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു മാസം ഡയാലിസിസിന് വേണ്ടിയിട്ട് ഒരു 19,000 രൂപ ചിലവാകുമെങ്കിൽ ഒരു വർഷം അത് എത്ര രൂപയാണ് ചിലവാകുന്നത്? അങ്ങനെ നോക്കുമ്പോൾ എത്രയോ കോടിയോളം വില വരുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്രമേൽ പ്രയാസകരമാണത്. അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ നന്ദി ചെയ്യുന്നത് പൂർണ്ണമാകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നത്. അപ്പോൾ അള്ളാഹു ആണ് പൂർണ്ണാർത്ഥത്തിൽ അഷക്കൂർ എന്ന് പറയുന്നത്. അത് അള്ളാഹു മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങൾ പലർക്കും സ്വതക്കകൾ അയക്കുന്നുണ്ടാകും, അതുപോലും അള്ളാഹു നൽകിയതിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണാർത്ഥത്തിൽ അഷക്കൂർ എന്ന് പറയുന്നത് അത് അള്ളാഹു മാത്രമാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാവൂ. അപ്പോൾ ഏറെ നന്ദി ചെയ്യുന്നവൻ എന്ന അർത്ഥം ഈ അഷക്കൂർ എന്ന് പറയുന്ന ഈ പദത്തിനുണ്ട്. അള്ളാഹു നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നമ്മളൊക്കെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇസ്മുൽ ആളമിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മുൽ ആളമിലെ 2 അക്ഷരങ്ങൾ അഷക്കൂർ എന്ന് പറയുന്ന ഈ ഇസ്മിലുണ്ടായത് കൊണ്ട് തന്നെ ഇതൊരു അമൂല്യ ഇസ്മാണ്. ഈ അമൂല്യ ഇസ്മിൽ ഇങ്ങനെ 2 അക്ഷരങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതിന് വലിയ ഇജാബത്തുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖൈറും ബറക്കത്തും വർദ്ധിക്കാൻ ഇത് പതിവായി ചൊല്ലിയാൽ മതി. ആരെങ്കിലും 100 തവണ ഈ ഇസ്മിനെ ദിനം പ്രതി പ്രകീർത്തിക്കൽ ഉരുവിടലിനെ പതിവാക്കിയാൽ ഭക്ഷണ സംബന്ധമായ കാര്യങ്ങൾ അവനിൽ വർദ്ധിക്കുന്നതും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് വലിയ ഹൈഫുദ് ലഭിക്കാനും വലിയ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ ഹൈഫുദ് ലഭിക്കാൻ, വന്ന രോഗങ്ങൾ മാറാൻ അഷക്കൂർ എന്ന് പറയുന്ന ഇസ്മു വളരെയധികം ഉപകാരപ്രദമാണെന്ന് മഹാന്മാർ ഈ ഇസ്മിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്മുൽ ആളമിലെ 2 അക്ഷരങ്ങൾ ഈ ഇസ്മിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഇജാബത്തുണ്ട്. ഇസ്മുൽ ആളം എന്താണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇസ്മുൽ ആളം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളെക്കുറിച്ച് ചില മഹാന്മാർ അത് ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്മുൽ ആളം കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുള്ള ഇസ്മുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മ തന്നെയാണ് അഷ്കുർ എന്ന് പറയുന്ന ഇസ്മ. അഗാധമായ ദുഃഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, കണ്ണിൽ ഇരുട്ടുമൂടിയവർ, ഹൃദയം കാഠിന്യമായവർ, ഉപജീവന മാർഗത്തിനാവശ്യമായ ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജോലിയിലുള്ള വലിയ വലിയ പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവർ, അവർക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് 41 പ്രാവശ്യം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഒരു കപ്പ് വെള്ളത്തിൽ അത് ഊതുകയും ചെയ്യുക. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് അവരിലുള്ള ഈ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ, ഇങ്ങനത്തെയൊക്കെ മാറിയിട്ട് നല്ല റാഹത്ത് ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഏതെങ്കിലും രോഗികൾ ഈ പറയുന്ന രൂപത്തിൽ 41 തവണ യാ ഷക്കൂറു യാ അള്ളാഹ്, യാ ഷക്കൂറു യാ അള്ളാഹ് എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞത് കുടിച്ചാൽ അത് വലിയ ഫലം നൽകും. അത് അവൻ്റെ ശരീരത്തിലകപ്പെട്ട രോഗങ്ങളെ തൊട്ട് വലിയ ഷിഫ ലഭിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അറ്റാക്ക് സംഭവിച്ചവർ, കിഡ്നി ഫെയിലായവർ, മാറാത്ത തീരാത്ത തലവേദനയുള്ളവർ, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവർ, പൈൽസിൻ്റെ അസുഖമുള്ളവർ, അർഷസ് ഉള്ളവർ, ഡിസ്കിൻ്റെ അസ്ഥി തേയ്മാനം ഉൾപ്പെടെ കൈകാല് കടച്ചിൽ, ഊരവേദനയുള്ളവർ, ഈ മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഫിക്സ് ഉള്ളവർ, ഷൈത്വാനീയത്തിൻ്റെ, സിഹറിൻ്റെ, ഐനിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങൾ, ശ്വാസമുട്ട്, അപസ്മാരം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർ, സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ, അവർക്കൊക്കെ ഈ ഇസ്മ ഈ പറയുന്ന രൂപത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കുടിക്കുക.
വലിയ ഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ ഷിഫ നൽകി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മൃഗങ്ങൾക്കുണ്ടാവുന്ന ശല്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നാമം കൂടുതൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫാം നടത്തുന്ന ആളുകളെ, അതേപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും. ഈ കാടയുടെ അതേപോലെ കോഴികളുടെയൊക്കെ അത്തരം ജീവികൾക്കൊക്കെ സംഭവിക്കുന്ന പെട്ടെന്ന് ചത്തുപോകുന്ന ചില വിഷയങ്ങൾ, അതേപോലെയുള്ളവർക്കൊക്കെ നമ്മൾ ഈ ഇസ്മു കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിലുള്ള അമലുകളുണ്ട്. എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ എല്ലാവരിലേക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അമലുകളല്ലാത്തതായതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോസുകളിലൊക്കെ പറയുന്ന അമലുകൾ ഇങ്ങനെ ചെറിയ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അമലുകളാണല്ലോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്താൽ അത് കൂടുതൽ ഫലം ചെയ്യും. അത്തരം ജീവികൾക്ക് ഈ വളർത്തു മൃഗങ്ങൾക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു ഇസ്മും കൂടെയാണ് ഇസ്മ. അപ്പോൾ ഇത് പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാലും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് യാ ഷക്കൂറു യാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ വളരെയധികം ഫലമുള്ള ഇസ്മാണ്. ഒരുപാട് ഇസ്മുകൾ നല്ല ഫലം ചെയ്യുന്നവയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ യാ ഷക്കൂറു യാ അള്ളാഹ് എന്നുള്ളത് ആഗ്രഹ പൂർത്തീകരണത്തിന് നല്ല ഫലവും പെട്ടെന്ന് ഫലം ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ കൂടെയാണ്. ദിവസേന 1000 തവണ, ഇതിപ്പോൾ ഒരുപാട് തരത്തിലുള്ള അമലുകൾ നമ്മൾ പറയുന്നുണ്ട്. ദിവസേന 1000 തവണ മാസങ്ങളോളം ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഏത് രോഗങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമ്മൾ 1000 തവണ എന്നൊക്കെ വിചാരിക്കും 1000 തവണ ഒക്കെ ചൊല്ലി തീർക്കാൻ കഴിയുമെന്ന്. നമ്മൾ ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഒരു 1000 തവണ ഏതെങ്കിലും ഒരു ഇസ്മ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും, പെട്ടെന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം 200 തവണ ചൊല്ലേണ്ട ആവശ്യമുള്ളൂ. ഒരു നിസ്കാരത്തിന് ശേഷം 200 തവണ ഒരു ഇസ്മ ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ. യാ ഷക്കൂറു യാ അല്ലാഹ് യാ ഷക്കൂറു യാ അല്ലാഹ്. ഇതൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ അവൻ്റെ പേരിനോട് യോജിച്ച അതതിനനുസരിച്ച് ഇസ്മ എടുത്ത് ആ ഇസ്മ ഒരു കൃത്യമായ എണ്ണത്തിൽ ചൊല്ലുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ ഒരുപാട് ആളുകൾ അവരവരുടെ പേരിൻ്റെ അതത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഓരോരുത്തരുടെയും പേരിൻ്റെ അതതുകൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല. കാരണം മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല. ഇവിടെ നേരിട്ട് വരുന്ന സമയത്തൊക്കെ നിങ്ങളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഇവിടെ വരുമ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ പരിഹാരങ്ങൾ പറഞ്ഞെന്ന് ആ ബാക്കിയുള്ള ചെറിയ സമയത്ത് നമുക്ക് ഇസ്മിൻ്റെ ആദത്തൊക്കെ പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷേ ഓരോരുത്തരും ഓരോ വീഡിയോസിന് താഴെയും എൻ്റെ പേരിൻ്റെ ആദത്ത് എത്രയാണ്, എൻ്റെ പേര് അജ്മൽ എന്നാണ്, അജ്മലിൻ്റെ ആദത്ത് എത്രയാണ്, എൻ്റെ പേര് സലീഹ എന്നാണ്, എൻ്റെ പേരിൻ്റെ ആദത്ത് എത്രയാണ്, ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു തരാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തതെന്ന് അറിയിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളുടെ പേര് ഷുക്കൂർ എന്നാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഷുക്കൂർ എന്നാണ് ഷീനിൻ്റെ അതത് എത്രയെന്നുള്ളത് നമുക്കറിയാം, കാഫിൻ്റെത് അറിയാം, വാവിൻ്റെത് അറിയാം, റായിൻ്റെത് അറിയാം. അപ്പോൾ നിങ്ങളുടെ അതത് കിട്ടി. പിന്നെ അസ്മാഉൽ ഹുസ്നയുടെ അതത് എത്രയാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ അതതും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൽ നിങ്ങളുടെ അതതുമായി യോജിക്കുന്ന അതത് ഉള്ള ഇസ്മ ഏതാണെന്ന് നോക്കിയിട്ട് അത് കണ്ടുപിടിച്ച് ചൊല്ലേണ്ട ആവശ്യമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിയാവുന്നവരൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ദിവസേന 1000 തവണ മാസങ്ങളോളം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഒരിക്കലും നടക്കാതെ പോയ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, ലക്ഷങ്ങൾ കടങ്ങളുള്ളവർ, ഒരു ഉംറ ചെയ്യണമെന്നെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഒരിക്കലും സാമ്പത്തികമായ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ അതൊരിക്കലും സാധിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു തീരുമാനിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒന്നും തടസ്സങ്ങളല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളിൽ നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 1000 തവണ ദിനേനെ നമ്മുടെ നടക്കാതെ പോയ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇത് ചൊല്ലുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അത് പൂർത്തീകരിച്ച് കൊടുക്കും. അവന് ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഈ 1000 തവണ ചൊല്ലുന്ന ഇസ്മുമായി ബന്ധപ്പെടുത്തി ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കണം. അത് എപ്പോഴാണ് ഇരിക്കേണ്ടത്? അതൊന്നെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ ഇരിക്കുക,
അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച പകലിലിരിക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ സുബഹിയോടടുത്ത സമയം, തഹജ്ജുദിനോടടുത്ത സമയം, തഹജ്ജുദിൻ്റെ സമയത്തിരിക്കുക. അങ്ങനെ നമ്മൾ യാ ഷക്കൂർ യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മുമായി ബന്ധപ്പെട്ട് ആ ഇസ്മ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക. അങ്ങനെ ദ്വാ ചെയ്തിട്ട് ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് അത് കുടിച്ചാൽ ഈ 1000 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്മ കഠിനമായി ചെയ്യുന്ന ഒരു അമലും കൂടെയാണ്. അതിൻ്റെ ഫലം കാരണമായിട്ട് വളരെ പെട്ടെന്ന് രോഗങ്ങൾ മാറാൻ കാരണമാകും. അവന് ദുനിയാവിലുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ കാരണമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വിഷയങ്ങളിലും നമുക്ക് ഭൗതിക ലോകത്ത് നിന്ന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ ചില പുതിയ കാലത്തെ ചില ആളുകളൊക്കെ ചിന്തിക്കും, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും. അത് നിങ്ങൾ ജീവിച്ച് അനുഭവിച്ചറിയുന്നതേ ഉള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ പല ഘട്ടങ്ങളിലും ഈ ദുനിയാവിൽ നിന്ന് എത്ര സമ്പത്ത് മുടക്കിയാലും, ഈ ദുനിയാവിൽ എത്ര തലകുത്തി മറിഞ്ഞാലും സാധിക്കാത്ത പല വിഷയങ്ങളുണ്ടാകും. അതിന് റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ കവാടം തുറന്ന് കിട്ടലല്ലാതെ മറ്റൊരു വഴി അതിനുണ്ടാവില്ല. അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ഭജനമിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാർഗം. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ പറയുന്നത്. ഈ രൂപത്തിലൊരു അമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു തവണ ചെയ്തിട്ട് എനിക്ക് ഫലമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില അമലുകളൊക്കെ നമ്മൾ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിന് ഫലമുണ്ടാവുക. പലപ്പോഴും നമ്മൾ പറയുന്ന അമലുകളൊക്കെ ഒരു 7 ദിവസം ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഒരു 21 ദിവസം ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഒരു 41 ദിവസം ചെയ്തു നോക്കുക. ഇങ്ങനെ ഒരു പല സന്ദർഭങ്ങളിലായിട്ട് ഇനി ഒരു 41 ദിവസം ചെയ്ത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞൊരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഒരു 41 ദിവസം ചെയ്യുക. ഇപ്പോൾ 12000 ബിസ്മിയുടെ അമലുകളൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആളുകളും പല സന്ദർഭങ്ങളിലായിട്ടത് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയ ഒരു അമലും കൂടെയാണ് 12000 ബിസ്മിയുടെ അമൽ. അപ്പോൾ ഈ 12000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്യുമ്പോൾ പലരും ഒരു തവണ ചെയ്യും, പിന്നെ ഒരു ഗ്യാപ്പ് എടുത്ത് പിന്നെയും മറ്റൊരു തവണ ചെയ്യും. നല്ല റിസൾട്ട് ലഭിച്ചവരുണ്ട്. പലർക്കും ഒന്നിലധികം തവണ ചെയ്തിട്ട് ഒന്നിലധികം തവണ ഫലം ലഭിച്ചവരുണ്ട്. എന്നാൽ ചില ആളുകൾ നെഗറ്റീവ് മൈൻഡോടുകൂടെ ഇതൊന്നും ചെയ്തിട്ട് കാര്യം ഉണ്ടാവുമോ, എല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്തു നോക്കുക എന്നൊരു മെൻറ്റാലിറ്റിയോടുകൂടെ ചെയ്ത പല ആളുകളുണ്ട്. പലർക്കും റിസൾട്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല സംഭവങ്ങളും നടന്നതായിട്ട് നമുക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം തന്നെ 100 കണക്കിന് മെസ്സേജുകളാണ് 12000 ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലിനെക്കുറിച്ച് മാത്രം പറയാൻ വേണ്ടി പലരും വിളിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, വിശ്വാസത്തോടു കൂടെ ചെയ്യുക, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടെ ചെയ്യുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും രോഗങ്ങൾ ശിഫയാകാൻ നമ്മുടെ ഖൽബിന് വലിയ സന്തോഷവും സമാധാനവും ലഭിക്കാൻ അതാണ് ജീവിതത്തിൽ വേണ്ടത്. ഹൃദയവിശാലത, മനസ്സിന് സമാധാനമുണ്ടായിരിക്കുക, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ വലിയ ഫലമുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഇസ്മ ഉന്നതമായ സമ്പൂർണമായ പദവിയിലേക്ക് നമ്മെ ഉയർത്തും എന്നുള്ളതാണ്. ഈ ഇസ്മിലെ വാവ് എന്ന് പറയുന്ന അക്ഷരം അത് ഔന്നത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കാഫ്, ഷക്കൂർ എന്ന് പറയുമ്പോൾ ഒരു കാഫ് ഉണ്ടല്ലോ, അത് ഉന്നതമായ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ റാ എന്ന് പറയുന്ന അക്ഷരം അത് ഓരോ വസ്തുവിൻ്റെ സമ്പൂർണമായ പരിണിതിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അന്ത്യനാളിൽ പരലോകത്ത് ഉഹ്റവിയായ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ, നമുക്ക് ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും, ദുനിയാവിൽ എത്ര നിന്ദ്യനായി ജീവിച്ചാലും നമുക്ക് പരലോകത്ത് വലിയ ഉയർച്ചയാണ് ലഭിക്കേണ്ടതല്ലേ. നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്. പരലോകത്ത് നമുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ്? ദുനിയാവ് ആകെ തുച്ഛമായൊരു സമയമല്ലേ ഉള്ളൂ. പരലോകത്തിൽ അനന്തമായ കാലം നമുക്ക് ജീവിക്കാനുള്ളത്. അവിടെ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ ഈ ഇസ്മിനെ മുറുകെ പിടിക്കുന്നത് ഉപകാരപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മിൻ്റെ അതത് നമ്മൾ പലപ്പോഴും ഓരോ ഇസ്മിൻ്റെയും അതതുകൾ നമ്മൾ പറയാറുണ്ടല്ലേ. ഈ ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് 526. എങ്ങനെയാണ് 526 കിട്ടിയത്? നമ്മൾ പലപ്പോഴും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പറയുന്നത് പല ആളുകളുടെയും പേരുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പേരുകൾ കണ്ടെത്താനൊക്കെ ഈ അക്ഷരങ്ങൾ സാധിക്കും. ഷീൻ എന്ന് പറയുന്നത് 300 നമുക്കറിയാം, ഷീൻ 300. കാഫ് എന്ന് പറയുന്നത് 20. വാവ് എന്ന് പറയുന്നത് 6. അത് മനസ്സിലാക്കാൻ ഞാൻ പലപ്പോഴും ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തന്നിരുന്നു.
6 എന്ന് ഇങ്ങനെയാണ് എഴുതുക അല്ലേ, 6 എന്ന് ഇങ്ങനെ എഴുതുക, ഇങ്ങനെയാണ് 6 എന്ന് എഴുതുക, 6 എന്ന് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. അപ്പോൾ 6 എന്ന് എഴുതുന്ന സമയത്ത് ആ 6 വാവ് അറബിയിൽ എഴുതുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ വാവും 6ഉം പെട്ടെന്ന് തിരിച്ചറിയാതെ പോകില്ല. അതേപോലെ തന്നെ റാ 200 അപ്പോൾ അങ്ങനെ ടോട്ടൽ 526 ഇതിൻ്റെ ആദത്. ഈ ആദത് അനുസരിച്ച് ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലുന്നതും കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് വലിയ ഹൈഫുൾ നൽകട്ടെ. എല്ലാ ദിവസവും നമ്മൾ പലപ്പോഴായിട്ട് ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും 5 വഖത്ത് നിസ്കാരങ്ങളിൽ ഒരു സമയം പോലും നാമോ നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടവരോ ഖള ആക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമ്മുടെ വീട്ടിൽ 5 വഖത്ത് നിസ്കാരം ഒഴിവാക്കുന്നവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ ബറക്കത്തുണ്ടാകില്ല. രണ്ടാമത്തത്, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത്. കളവ് ഒഴിവാക്കുക എന്നുള്ളത് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ അന്യൻ്റെ കുറ്റം പറയുക, ഗൈബത്ത് പറയുക, നമീമത്ത് പറയുക, ഇതൊക്കെ ദുനിയാവിൽ നാം പരാജയപ്പെടാനുള്ള കാരണങ്ങളായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതം നാം ശുദ്ധിയിലേക്കും പരിശുദ്ധതയിലേക്കും എത്തിച്ച് റബ്ബിനെ എപ്പോഴും മനസ്സിൽ കണ്ട്, ഞാനൊരു കാര്യം മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ഞാൻ എൻ്റെ നിസ്കാരം ഖള ആക്കുമ്പോൾ എനിക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, എനിക്ക് കാണാൻ കഴിവ് നൽകിയ, എനിക്ക് സംസാരിക്കാൻ നാക്കിന് ചലനശേഷി നൽകിയ എത്രയോ ആളുകൾക്ക് വിക്കുണ്ടായിട്ടുണ്ട്. ആ വിക്കെങ്ങാനും നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്ക് മറ്റുള്ളവൻ്റെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ കുറ്റം പറയാൻ പാകപ്പെടുത്തിയൊരു നാക്കുകൂടെ അള്ളാഹു നൽകിയത് നിനക്ക് നൽകിയവൻ അള്ളാഹു ആണല്ലോ. ആ അള്ളാഹ് ഇത് കാണുന്നുണ്ടല്ലോ, ഏത് നിമിഷവും അത് തിരിച്ചെടുത്തപ്പെട്ടേക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം തെറ്റുകളിൽ നിന്നും മാറി തഖ്വയോടുകൂടെ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് വലിയ രക്ഷ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാവർത്തി കൂടെ അറിയിക്കുകയാണ്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. 1-2 മണിക്കൂറിനുള്ളിൽ ബുക്കിംഗ് ഫുള്ളാകുന്നതുകൊണ്ട് നേരത്തെ വിളിക്കണം എന്നറിയിക്കണം. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.